വെൽക്കം. റഹ്മാനാണ്. ബയോകെമിസ്ട്രി ന്യൂട്രീഷൻ സീരീസിൽ ഈ വീഡിയോ സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ ഓർ SDA കുറിച്ചിട്ട് നമ്മൾ പറയും. ദെൻ കലോറിഫിക് വാല്യൂ കുറിച്ച് പറയും. ദെൻ ഓൾസോ റെസ്പിറേറ്ററി കോഷ്യന്റ്. സോ ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തത് ബേസൽ മെറ്റബോളിക് റേറ്റ് ആണ്. ബേസൽ മെറ്റബോളിക് റേറ്റ് ഓർ BMR കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. സോ നമ്മുടെ ശരീരം വിവിധ കാര്യങ്ങൾക്ക് ധാരാളം എനർജി ചെലവാക്കുന്നുണ്ട്. സോ ഇതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടേം ആണ് ടോട്ടൽ എനർജി എക്സ്പെൻഡിച്ചർ ഓഫ് അവർ ബോഡി. ടോട്ടൽ എനർജി, എത്ര എനർജി ഉപയോഗിക്കുന്നു, എക്സ്പെൻഡിച്ചർ ചെലവ് എത്രയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. സോ ശരീരത്തിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നതാണ് ഈസ് ഇന്റേണൽ എക്സ്പെൻഡിച്ചർ. ഇന്റേണൽ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ ശരീരത്തിന് അകത്ത് നടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നത്. ഇന്റേണൽ എക്സ്പെൻഡിച്ചർ പ്ലസ് ഫിസിക്കൽ ആക്ടിവിറ്റികൾക്ക് വേണ്ടി ശരീരം ചെലവാക്കുന്ന എനർജി, അതാണ് എക്സ്റ്റേണൽ എക്സ്പെൻഡിച്ചർ. സോ ഇന്റേണൽ പ്ലസ് എക്സ്റ്റേണൽ എക്സ്പെൻഡിച്ചർ ആണ് ടോട്ടൽ എനർജി എക്സ്പെൻഡിച്ചർ. എക്സ്റ്റേണൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് പല കാര്യങ്ങൾ കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാകും. ശരീരം എന്തൊക്കെ ചെയ്യുന്നു എന്നനുസരിച്ചാണ്. ഓടുകയും ചാടുകയൊക്കെ ചെയ്യുമ്പോൾ കൂടുതലായിരിക്കും, വെറുതെ ഇരിക്കുക കിടക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുറവായിരിക്കും. സോ അതിൽ വ്യത്യാസം വരും. ഇന്റേണൽ എക്സ്പെൻഡിച്ചറിനെ കുറിച്ചാണ് നമുക്ക് കാര്യമായിട്ട് പറയാനുള്ളത്. ഇന്റേണൽ എക്സ്പെൻഡിച്ചർ രണ്ട് തരം എക്സ്പെൻഡിച്ചർ ഉണ്ട്. ഇത് ഒന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ബേസൽ മെറ്റബോളിക് റേറ്റ്. ഇതാണ് വൈറ്റൽ ഫംഗ്ഷൻസിന് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മുടക്കേണ്ട ഏറ്റവും മിനിമം എനർജിയാണ്. ഉണർന്നിരിക്കേണ്ടതിന് ശരീരം മുടക്കുന്ന എനർജിയാണ് BMR എന്ന് പറയും. രണ്ടാമത്തതാണ് SDA എന്ന് പറയുന്നത്, സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ. ആൻഡ് SDAക്ക് മറ്റ് ധാരാളം പേരുകൾ കൂടി ഉണ്ട്. SDAയുടെ മറ്റൊരു പേരാണ് തെർമോജനിക്. തെർമോജനിക് എഫക്ട് ഓഫ് ഫുഡ്. എഫക്ട് ഓഫ് ഫുഡ്. സോ ഫുഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഡയറ്റ് ഇൻഡ്യൂസ്ഡ് തെർമോജെനിസിസ്. ഡയറ്റ് ഇൻഡ്യൂസ്ഡ് തെർമോജെനസിസ്. ഭക്ഷണം മൂലമുണ്ടാകുന്ന ശരീരത്തിൽ താപവർധന ഇല്ല. അല്ലെങ്കിൽ ഡയറ്റിന് തന്നെ പോസ്റ്റ് പ്രാൻഡിയൽ. പ്രാൻഡിയം എന്ന് വെച്ചാൽ ഫുഡാണ്. പോസ്റ്റ് പ്രാൻഡിയൽ തെർമോജെനിസിസ് എന്നും നമുക്കിതിനെ വിളിക്കാം. സോ ഭക്ഷണം മൂലം ശരീരത്തിലുണ്ടാകുന്ന താപനില മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ കാര്യങ്ങൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും എന്ന് കരുതുന്നു. സോ അപ്പൊ ഇന്റേണൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് BMR പ്ലസ് SDA ആണ്. ബേസൽ മെറ്റബോളിക് റേറ്റ് പ്ലസ് SDA ആണ്. ശരീരത്തിന് ലഭിച്ച ഭക്ഷണത്തെ എനർജിയാക്കാൻ, കലോറിയാക്കാൻ ശരീരം ചിലവഴിക്കുന്ന കലോറി ഓർ എനർജിയാണ് SDA എന്ന് പറയുന്നത്. സോ ലഭിച്ച ഭക്ഷണത്തെ എന്തൊക്കെ ചെയ്യണം? ദഹിപ്പിക്കണം, അതിനെ അബ്സോർബ് ചെയ്യണം, അത് ട്രാൻസ്പോർട്ട് ചെയ്യണം, സെല്ലുകളിൽ വെച്ചിട്ട് മെറ്റബോളിസം ചെയ്യണം, ചിലപ്പോൾ സ്റ്റോർ ചെയ്യണം. സോ ഇതിനൊക്കെ എനർജി ചെലവുണ്ട്. ഇതാണ് SDA എന്ന് പറയുന്നത്. സോ SDA is the cost of processing of food. Processing of food into energy. Into energy ആണ് SDA എന്ന് പറയുന്നത്. സോ SDAയുടെ ഒരു ഡെഫിനിഷൻ ഏകദേശം നമുക്ക് പറയാവുന്നത് എനർജി യൂട്ടിലൈസ്ഡ്. SDA is the energy utilized. ഉപയോഗിച്ച എനർജി ഫോർ ഹീറ്റ് പ്രൊഡക്ഷൻ. ഹീറ്റ് ഉണ്ടാക്കാൻ എനർജി ഉപയോഗിക്കുമ്പോഴത്തേക്കും ചൂടുണ്ടാകും. ഹീറ്റ് പ്രൊഡക്ഷൻ ഫോളോയിങ് ingestion of food or the energy expenditure for digestion, absorption, transport, storage, metabolism of ingested food material. So ഇതാണ് SDA എന്ന് പറയുന്നത്. സോ അപ്പൊ ശരീരത്തിന്റെ ചെലവ് നമ്മൾ കണക്കാക്കുമ്പോൾ ഇന്റേണൽ എക്സ്പെൻഡിച്ചർ നമ്മൾ ചെലവാക്കുമ്പോൾ BMR മിനിമം വേണ്ടത് പ്ലസ് SDA, ഇത് രണ്ടും കൂടി ചേർക്കുമ്പോഴാണ് ഇന്റേണൽ എക്സ്പെൻഡിച്ചർ കിട്ടുക. ഇനി നമ്മുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടെന്ന് നോക്കിയാൽ അതിനകത്ത് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, അല്ലെ, പ്രോട്ടീൻസ് അതിനകത്തുണ്ട്, ദെൻ ഓൾസോ ലിപിഡ്സ് അല്ലെങ്കിൽ നമ്മളെ ഫാറ്റ് എന്ന് വിളിക്കും. സോ ഇത് മൂന്നും അടങ്ങിയതാണ് നമ്മുടെ ഭക്ഷണം. പിന്നെ വെള്ളമുണ്ട്, മിനറൽസ് ഒക്കെ ഉണ്ട്. തൽക്കാലം ഞാനത് കൂട്ടുന്നില്ല. സോ ഇത് മൂന്നും കൂട്ടി കഴിഞ്ഞാൽ ഇതിനെ മൂന്നിനെയും പ്രോസസ് ചെയ്യാൻ ഒരേ ചിലവാണോ? അല്ല. ഓരോന്നിനെയും പ്രോസസ് ചെയ്യാൻ വ്യത്യസ്തമായിട്ടുള്ള എനർജി വേണം. അല്ലെങ്കിൽ ചിലതിന് കുറച്ച് എനർജി മതി, ചിലതിന് കൂടുതൽ വേണ്ടി വരും. സോ ചിലതിൽ നിന്ന് അപ്പോൾ നമുക്ക് എനർജി കൂടുതൽ കിട്ടും, ചിലതിൽ നിന്ന് എനർജി കുറവുമായിരിക്കും. സോ ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ്സിന്റെ SDA എന്ന് പറയും. DA ഓഫ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് സാധാരണ 5 പറയാം, 5-10% ഒരു റേഞ്ചിൽ ഇത്രയൊക്കെ എന്ന് കണക്കാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് നമ്മൾ 100 കിലോ കലോറി ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. അതിലപ്പോൾ 5-10 കിലോ കലോറി നമുക്ക് ചെലവായിട്ടുണ്ട് എന്ന് പറയാം, അല്ലെ. അപ്പൊ മൊത്തം ലാഭം 100 മൈനസ് 5-10 കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ഒരു 90-95 കിലോ കലോറിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ഇത്രയും ചെലവായിരുന്നു. സോ അപ്പൊ ലിപ്പിഡ്സിന് ചെലവ് എന്ന് പറയുന്നത് 10-15% വരെ SDA ആണ് ലിപ്പിഡ്സിനുള്ളത്. അപ്പോൾ ഒരു 100 കിലോ കലോറി നമ്മൾ കിട്ടിയാൽ നമ്മുടെ ശരിക്കും ലാഭം ഒരു 85-90 കിലോ കലോറി മാത്രമായിരിക്കും ലാഭം. അപ്പോൾ പ്രോട്ടീൻ, വാട്ട് അബൌട്ട് പ്രോട്ടീൻ? പ്രോട്ടീൻ്റെ SDA എന്ന് പറയുന്നത് 25-30% പ്രോസസ് ചെയ്യാൻ ചിലവുണ്ട്. സോ പ്രോസസ്സിങ്ങിന് ചിലവ് വളരെ കൂടുതലുള്ളത് പ്രോട്ടീനാണ്. സോ 100 കിലോ കലോറീസ് ഫ്രം പ്രോട്ടീൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് 100
100 കിട്ടിക്കഴിഞ്ഞാൽ സത്യത്തിൽ നമുക്ക് 25 to 30 ചിലവായിട്ടുണ്ട്. അപ്പോൾ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു 70 to 75% അല്ലെങ്കിൽ കിലോ കലോറീസ് മാത്രമാണ് സത്യത്തിൽ നമുക്ക് കിട്ടുക. സോ അപ്പോൾ പ്രോട്ടീൻസ് ആർ പുവർ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറയാം. സോ പ്രോട്ടീൻ ആർ പുവർ സോഴ്സ് ഓഫ് എനർജി. എങ്കിലും നമ്മൾ കഴിക്കുന്നത് മിക്സഡ് ഡയറ്റ് ആണ്. മിക്സഡ് ഡയറ്റിൽ ഈ 3 സംഭവങ്ങൾ ഉണ്ടാകും. കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ലിപ്പിഡ് ആൻഡ് ഫാറ്റ് എല്ലാം അതിനകത്ത് ഉണ്ടാകും. മിക്സഡ് ഡയറ്റിന്റെ SDA എത്രയാണ്? സോ മിക്സ്ഡ് ഡയറ്റിന്റെ SDA എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ കണക്കാക്കിയിരിക്കുന്നത് 10% എന്ന് പറയുമ്പോൾ 100 കിലോ കലോറീസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ 10 കലോറി നമുക്ക് ചിലവാകുന്നുണ്ട്. സോ 90 കലോറി ആയിരിക്കും നമ്മുടെ മൊത്തം ലാഭം. ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് 100 കലോറി കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും ലാഭം 90ആണ്. സോ അപ്പോൾ നമ്മൾ ഒരു ഡയറ്റ് പ്ലാൻ ഡിപ്പെൻഡ്സ് ഓൺ എനർജി റിക്വയർമെന്റ് ഒക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ കണക്കാക്കുമ്പോൾ ആളുകൾക്ക് വേണ്ട റിക്വയർഡ് കലോറീസ് അളവിൽ മാത്രം കൊടുത്താൽ പോരാ എന്നുള്ളതാണ്. ഒരു 10% അഡീഷണൽ കൂടി നമ്മൾ ചേർക്കണം. അഡീഷണൽ ചേർക്കുന്നതിന് അതാണ് SDA എന്ന് പറയും. SDA കൂടി ആഡ് ചെയ്ത് വേണം ഡയറ്റ് പ്ലാൻ ഒക്കെ ഉണ്ടാക്കാനായിട്ട്. പിന്നെ നമുക്ക് കലോറിഫിക് വാല്യൂയെ കുറിച്ച് പറയാം. കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിലുള്ള എനർജി കണ്ടന്റ് എത്ര എന്ന് കണക്കാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടേം ആണ് കലോറി എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ എനർജി കണ്ടന്റ് ഓഫ് ഫുഡ് മെറ്റീരിയൽ. സോ എനർജി കണ്ടന്റ് ഓഫ് ഫുഡ് മെറ്റീരിയൽ ആണ് കലോറി. സോ അപ്പോൾ ഒരു കലോറീസ് എന്ന് പറഞ്ഞാൽ കലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഹീറ്റ് റിക്വയർഡ്. എത്ര ചൂട് വേണം ടു എന്തിനാണ്? ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 gram. 1 gram വാട്ടർ, 1 gram വെള്ളത്തെ 1 ഡിഗ്രിയിൽ ചൂടാക്കാൻ, 1 ഡിഗ്രി സെൽഷ്യസിലേക്ക് ചൂടാക്കാനായിട്ട് എത്ര എനർജി വേണം, എത്ര ഹീറ്റ് വേണം, അതിനെയാണ് നമ്മൾ കലോറീസ് എന്ന് വിളിക്കുക. സോ ഇതൊരു ചെറിയ അളവാണ്, നമുക്ക് ഇതിൽ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ കിലോ കലോറീസിലാണ് നമ്മൾ പറയുക. അപ്പൊ കിലോ കലോറീസ് നമ്മൾ എഴുതുക C ക്യാപിറ്റലാണ്. കലോറീസ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വലന്റ് ടു കിലോ കലോറി. അപ്പൊ ഇങ്ങനെ എഴുതിയാലും മതി. അതുകൊണ്ട് നമ്മൾ കലോറി എന്ന് പറയും, പക്ഷെ എഴുതുമ്പോൾ C ക്യാപിറ്റൽ ആയാൽ ഓക്കെ ആണ്. സോ 1 കിലോ കലോറി എന്ന് പറയുന്നത് എത്ര ജൂളാണ്? ജൂളിൽ നമ്മൾ എനർജി പറയേണ്ടത് ദാറ്റ് ഈസ് 4.2 കിലോ ജൂൾസ് ആണ് 1 കലോറീസ് എന്ന് പറയുന്നത്. ഇനി ഭക്ഷണത്തിലെ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ഇതിന്റെയൊക്കെ കലോറിഫിക് വാല്യൂ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കാർബോഹൈഡ്രേറ്റിന്റെ കലോറിഫിക് വാല്യൂ ആൻഡ് ഓൾസോ പ്രോട്ടീൻ, ഇത് രണ്ടിന്റെയും കലോറിഫിക് വാല്യൂ ഏകദേശം സെയിം ആണ്. ദാറ്റ് ഈസ് 4 കിലോ കലോറീസ് പെർ ഗ്രാം. ഒരു ഗ്രാമിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അതായത് 1 gram കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ 1 gram പ്രോട്ടീൻ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര എനർജി കിട്ടും? 4 കിലോ കലോറീസ് നമുക്ക് കിട്ടും. അപ്പോൾ 25 gram കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് 100 കിലോ കലോറീസ് കിട്ടും. അപ്പോൾ ലിപ്പിഡ്സിനോ, ലിപ്പിഡ് ആൻഡ് ഫാറ്റ്, ലിപ്പിഡിനും ഫാറ്റിനും കലോറിഫിക് വാല്യൂ കൂടുതലാണ്. എന്ന് വെച്ചാൽ 1 gram നമ്മൾ ഫാറ്റോ ലിപ്പിഡോ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 9 കിലോ കലോറീസ് കിട്ടും. സോ കലോറിഫിക് വാല്യൂ ഈസ് 9 കിലോ കലോറീസ് പെർ ഗ്രാം. ഗ്രാമിന്റെ കാര്യമാണ് നമ്മൾ പറയാ, ആണ് ലിപ്പിഡിന് ഉള്ളത്. സോ പ്രോട്ടീന് കലോറിഫിക് വാല്യൂ കുറവാണ്, കാർബോഹൈഡ്രേറ്റിന്റെ അത്ര ഉള്ളൂ. പക്ഷെ പ്രോട്ടീന് എനർജി എക്സ്പെൻഡിച്ചർ SDA കൂടുതലാണ് എന്ന് നമ്മൾ പറഞ്ഞു. കമ്പയർഡ് ടു ലിപ്പിഡ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ പ്രോട്ടീന് പ്രോസസ്സിംഗ് ചാർജ് അല്ലെങ്കിൽ പ്രോസസ്സിംഗ് ഫീ വളരെ കൂടുതലാണ്. ആൻഡ് ലിപ്പിഡ്സിനാണ് ഏറ്റവും കൂടുതൽ കലോറിഫിക് വാല്യൂ ഉള്ളത്. ഇനി ഒരെണ്ണം ആൽക്കഹോൾ, നമ്മളെപ്പോഴും പറയാറുള്ളതാണ്. ആൽക്കഹോളിന്റെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത് 7 കിലോ കലോറീസ് പെർ ഗ്രാം ആണ്. സോ കാർബോഹൈഡ്രേറ്റിന് പ്രോട്ടീനേക്കാൾ കൂടുതലുണ്ട് ആൽക്കഹോളിന് എന്നാണ് ഇതിന്റെ ഒരു അർത്ഥം. ഇനി ഓരോ തരം ഫിസിക്കൽ ആക്ടിവിറ്റി അനുസരിച്ച് നമ്മുടെ കലോറിഫിക് റിക്വയർമെന്റ് വ്യത്യാസമാണ്. ഉദാഹരണം ഇരിക്കുകയാണ്, സിറ്റിംഗ് ആണെങ്കിൽ നമ്മുടെ കലോറി ചെലവ് എന്ന് പറയുന്നത് 100 കിലോ കലോറീസ് പെർ അവർ നമുക്ക് ചെലവുണ്ട്. പക്ഷെ നടക്കുകയാണെങ്കിലോ, വാക്കിംഗ്, നടക്കുകയാണോ, ഓടുകയാണൊക്കെ ചെലവ് കൂടുതലാണ്. അതിനൊരു 200 കിലോ കലോറീസ് പെർ അവർ ആയിരിക്കും ചെലവ്. ഏറ്റവും കൂടുതൽ ചെലവുള്ള ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്വിമ്മിങ്ങിനാണ്. നീന്തലിനാണ് ഏറ്റവും കൂടുതൽ കലോറിഫിക് റിക്വയർമെന്റ് ഉള്ളത്. മണിക്കൂറിൽ 500 കിലോ കലോറീസ് പെർ അവർ നമുക്ക് വേണ്ടി വരും. ഇനി ഫിസിക്കൽ ആക്ടിവിറ്റി അനുസരിച്ച് നമ്മുടെ കലോറിഫിക് റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് ആളുകളെ 3 ആക്കി പറയാറുണ്ട്. ഒന്ന് സെഡൻറ്ററി വർക്കേഴ്സ് ആണ്. സെഡൻറ്ററി വർക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റിക്വയർമെന്റ് കുറവാണ്, കുറച്ച് കലോറി മതി. ഒരു 2200 to 2400 കിലോ കലോറീസ് പെർ ഡേ, ദിവസം ഇത്രയും മതിയുള്ള ആൾക്കാരാണ് സെഡൻറ്ററി വർക്കേഴ്സ് എന്ന് വിളിക്കുക. പിന്നെ ഉള്ളത് മോഡറേറ്റ് വർക്കേഴ്സ് ആണ്. രണ്ടാമത്തത് മോഡറേറ്റ് വർക്കേഴ്സ്, ഇവർക്ക് കുറച്ചും കൂടി കൂടുതൽ കലോറി വേണ്ടി വരും. അപ്പോൾ 2400 to 2900 കിലോ കലോറീസ് പെർ ഡേ ആണ് മോഡറേറ്റ് വർക്കേഴ്സ്. മൂന്നാമത്തെ ആൾക്കാർ അപ്പോൾ ഡെഫിനറ്റ്ലി ഹെവി വർക്കേഴ്സ് ആണ്. ഹെവി വർക്കേഴ്സിന് 2900 മുതൽ 3500 കിലോ കലോറീസ് വരെ ദിവസം വേണ്ടി വരും എന്നുള്ളതാണ്. പിന്നെ നമുക്ക്
നമുക്കൊരു കലോറി റിക്വയർമെന്റ് ഒരു എക്സാമ്പിൾ ചെയ്യാം. ഒരു 60 കിലോഗ്രാം ഉള്ള ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിക്കുക. കാര്യമായിട്ടുള്ള വർക്കൊന്നും ഇല്ല, ബുദ്ധിപരമായിട്ടുള്ള വർക്കല്ലാതെ ശാരീരികമായിട്ടുള്ള അധ്വാനങ്ങൾ കുറവാണ്. ഇപ്പോൾ സെഡൻറ്ററി അല്ലെങ്കിൽ മോഡറേറ്റ് ലൈഫ് സ്റ്റൈലുള്ള ആളായിട്ട് കൂട്ടാം. കലോറിഫിക് റിക്വയർമെന്റ് 60 കിലോഗ്രാം എന്ന് പറയുമ്പോൾ സാധാരണ BMR നമ്മൾ ഓർഡിനറിലി നമ്മൾ പറയാം 24 കിലോ കലോറീസ് പെർ അവർ ആണ് നമ്മൾ സാധാരണ കണക്കാക്കുക. ആൻഡ് ഇത് ഇപ്പോൾ BMR നോക്കിക്കഴിഞ്ഞാൽ 60 കിലോഗ്രാമിന് 24 വെച്ച് BMR മൊത്തം വേണ്ടി വരിക എന്ന് പറയുന്ന 1440 കിലോ കലോറീസ് അയാൾക്ക് വേണ്ടി വരും. ഇനി അയാളുടെ റൂട്ടീൻ ആക്ഷൻസ് ഒക്കെ അനുസരിച്ച് വേണ്ടി വരുന്ന ഒരു അഡീഷണൽ എനർജി അല്ലെങ്കിൽ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കൂട്ടുക 40%. BMRന്റെ 40% എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം 580 വരും. 580 വരുമ്പോൾ 2100 കിലോ കലോറീസ് വേണം എന്ന് നമുക്ക് പറയാം. സോ ഇത്രയാണ് അയാൾക്ക് വേണ്ടത്. പക്ഷെ ഇത്രയും കലോറി കിട്ടാനായിട്ട് നമ്മൾ കൃത്യം അത്രയും ഫുഡ് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ കാര്യമുണ്ടോ? ഇല്ല. കാരണം ഫുഡ് പ്രോസസ് ചെയ്യാനായിട്ട് ഒരു 10% ചെലവ് വേറെയുണ്ട്. അപ്പൊ അതും കൂടി നമ്മൾ ഉൾപ്പെടുത്തണം. അപ്പോൾ നമുക്ക് ഒരു 210% ഓഫ് SDA ആണ്. SDA കൂടി ചേർത്ത് കഴിയുമ്പോൾ 210 എന്ന് പറയുമ്പോൾ 2310 അല്ലെ, ഇത്രയും. സോ അപ്പൊ അയാൾ കഴിക്കേണ്ടത്, അയാൾക്ക് ആവശ്യം ഇത്ര ഉള്ളെങ്കിലും അയാൾ കഴിക്കേണ്ടത് 2310 കിലോ കലോറീസ് കിട്ടുന്ന രീതിയിലുള്ള ഭക്ഷണം അയാൾ കഴിക്കണം. ഇനി നമുക്ക് റെസ്പിറേറ്ററി കോഷ്യന്റ് കൂടി ഒന്ന് പറഞ്ഞ് അങ്ങ് നിർത്താം. സോ റെസ്പിറേറ്ററി കോഷ്യന്റ് എന്ന് പറയുന്നത് RQ ഈക്വൽ ടു കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ്ഡ്. എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി, പക്ഷെ അതിന് എത്ര നമ്മൾ ഓക്സിജൻ ചിലവാക്കി, ഹൗ മച്ച് ഓക്സിജൻ ഈസ് കൺസ്യൂംഡ്. സോ ഒരു പ്രത്യേക ഫുഡിൽ നിന്ന് എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു, അതിന് എത്ര ഓക്സിജൻ നമ്മൾ ചിലവാക്കുന്നു, ആൻഡ് ഇതിന്റെ റേഷ്യോ. സോ ഇറ്റ്സ് റേഷ്യോ ബിറ്റ്വീൻ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഓക്സിജൻ കൺസ്യൂംഡ്. ഇതാണ് റെസ്പിറേറ്ററി കോഷ്യന്റ് എന്ന് നമ്മൾ പറയാം. സോ കാർബോഹൈഡ്രേറ്റിന് റെസ്പിറേറ്ററി കോഷ്യന്റ് ഈസ് 1 ആണ്. കാരണം നമുക്കറിയാം C6H12O6 ആണ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് 6O2 6 ഓക്സിജൻ കൊടുക്കുമ്പോൾ 6 കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് 6 വാട്ടർ ആണ് നമുക്ക് കിട്ടുക. സോ എല്ലാം ഈക്വൽ ആണ്. സോ ദാറ്റ് ഈസ് 1 ആണ് നമുക്കറിയാം. സോ ഫാറ്റിന് 0.7 ഉള്ളൂ, കുറവാണ്. പ്രോട്ടീനും ഏകദേശം 0.7 ആണ്, കുറവാണ്. സോ അപ്പൊ ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ശരീരം റെസ്പിറേറ്ററി കോഷ്യന്റ് കുറഞ്ഞ ഭക്ഷണങ്ങളിലോ ആ പ്രൊഡക്ട്സ് എപ്പോഴാണ് എടുക്കുക, എനർജി ഉണ്ടാക്കാൻ തുടങ്ങുന്നത്, ലിപിഡ്സ് ഒക്കെ എടുത്ത് എനർജി ഉണ്ടാക്കാൻ തുടങ്ങുന്നത് കാർബോഹൈഡ്രേറ്റ്സ് മറ്റും കുറയുമ്പോഴാണ്. അതായത് ഇത് സെല്ലാണെങ്കിൽ ഈ സെല്ലിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഒക്കെ കുറയുമ്പോൾ കാർബോസ് സെല്ലിനകത്ത് കുറയുന്ന വെച്ചാൽ ഗ്ലൂക്കോസ് സെല്ലിനകത്ത് കുറയുക അല്ലെ. അപ്പോഴാണ് അവിടെ നിന്ന് എന്തെടുക്കുക, ഇവിടെ ഇരിക്കുന്ന ലിപിഡ്സിനെയും പ്രോട്ടീനെയൊക്കെ എടുത്ത് ദഹിപ്പിക്കാൻ അദ്ദേഹം തുനിയുന്നത്. സോ വാട്ട് ഹാപ്പൻസ് ഇൻ ഡയബറ്റീസിൽ ഇവിടെ ഗ്ലൂക്കോസ് ഒരുപാടുണ്ട്. സെല്ലിന്റെ പുറത്ത് ഗ്ലൂക്കോസിന്റെ മേളമാണ്, പക്ഷേ സെല്ലിനകത്തേക്ക് അത് കടക്കുന്നില്ല. ഇൻസുലിൻ കുറവാണ്, അപ്പോൾ സെല്ലിനകത്ത് കടക്കുന്നില്ല. ഇതിനകത്ത് ഗ്ലൂക്കോസ് കുറവാണ്. സോ ഡിക്രീസ്ഡ് ഗ്ലൂക്കോസ് ഇൻസൈഡ് ദ സെൽ വരുമ്പോഴത്തേക്കും സംഭവങ്ങൾ ലിപ്പിഡ്സിനെ ഇട്ട് പൊട്ടിക്കാൻ ശ്രമിക്കും. സോ ലിപ്പിഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് എനർജി കണ്ടെത്തും. സോ റെസ്പിറേറ്ററി കോഷ്യൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെറ്റബോളിക് ആക്ടിവിറ്റീസ് അറിയാൻ പറ്റും, സ്റ്റാർവേഷൻ പോലുള്ള കണ്ടീഷൻസ് ഒക്കെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ പറഞ്ഞു, കലോറിഫിക് വാല്യൂ പറഞ്ഞു, ആൻഡ് ഓൾസോ റെസ്പിറേറ്ററി കോഷ്യന്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.